സഞ്ജിത് വിശ്വനാഥിൻ്റെ ഇന്ന് ജാമ്യാപേക്ഷ പോയി. ബാക്കിയുള്ളവരുടെ ജാമ്യാപേക്ഷ ഉണ്ടോ എന്നുള്ളതല്ല, ബാക്കിയുള്ളവരെവിടെ, ബാക്കി പ്രതികളെവിടെ? ഈ കേരളത്തിൽ ജീവിക്കുന്നവരില്ലേ? 60 ദിവസമാണ് ഒരു കൊലപാതകം വെച്ചാൽ അതുപോലെ തുല്യമായൊരു സംഭവം നടന്നിട്ട് ഇത്രയും കേരളം ഇളകി മറിഞ്ഞു ചെയ്തോ. ഞാനിതിന്റെ മറ്റ് ഇതിലേക്ക് പോകുന്നില്ല. പക്ഷേ ഒരു പ്രശ്നം, ഈ പുതിയ അന്വേഷണ സംഘത്തെക്കുറിച്ചാണ് ഈ കുടുംബത്തിന് പരാതിയില്ലാത്തത്. മറ്റൊരു തരത്തിൽ ഈ വൈകൽ എന്നത് ഈ കേസിന്റെ നടത്തിപ്പിൽ ഗുണകരമായി മാറിയിട്ടില്ലേ എന്നതാണ് ഒരു പ്രശ്നം. കാരണം ഈ 38-ാം ദിവസത്തേക്ക് വൈകിയത് പുതിയ അന്വേഷണ സംഘം വന്നതിന് ശേഷം മാത്രം ഈ കേസ് ചാർജ് ചെയ്യപ്പെടുന്നു എന്നതുകൊണ്ടാണ്. രണ്ടാമത്തെ കാര്യം, ഈ കൃത്യമായി ഈ കൃഷ്ണദാസിലേക്ക് എത്തുന്ന തെളിവുകൾ കണ്ടെത്തുന്നത്, അതിനുവേണ്ടി കാത്തിരിക്കേണ്ടി വരുന്നത്, നേരത്തെ റഹീം സൂചിപ്പിച്ചതുപോലെയുള്ള ഫോറൻസിക് പരിശോധനകളുടെ കൃത്യമായ റിസൾട്ട് വന്നതിന് ശേഷം പഴുതടച്ച അയാളെ പ്രതി പട്ടികയിൽ ഉൾപ്പെടുത്തുന്നു എന്ന തീരുമാനമെടുക്കാനൊക്കെ കഴിഞ്ഞത് ഈ ഒരു വൈകൽ കൊണ്ടാണ് എന്ന ന്യായവാദമുണ്ട്. അല്ല, അതെങ്ങനെയാ? ആദ്യം മര്യാദയ്ക്ക് ചെയ്തിരുന്നെങ്കിൽ ഇയാളിപ്പോൾ ജയിലിലായനല്ലോ. ആദ്യം ചെയ്യാതിരുന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യം റഹീം മറുപടി പറയണ്ടേ, ഗവൺമെന്റ് മറുപടി പറയണ്ടേ? ഇപ്പോൾ ശ്രീജിത്ത് ചോദിച്ച ചോദ്യങ്ങൾക്ക് റഹീമിന് മറുപടിയില്ല. ശ്രീജിത്ത് പറഞ്ഞ പരാതിക്ക് റഹീമിന് മറുപടിയില്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ പ്രശ്നം, ശ്രീജിത്തോ അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾക്കോ തൃപ്തിയുണ്ടോ എന്നുള്ളതല്ല അന്വേഷണം. ദിസ് ഈസ് സ്റ്റേറ്റ് വേഴ്സസ് ആണ് കേസ്. സ്റ്റേറ്റിനാണ് കേസ്, പൊതുസമൂഹത്തിനാണ് കേസ്. വലിയ തോതിൽ ജനങ്ങൾ ഇളകി വന്നതുകൊണ്ട് മാത്രമാണ് ഈ കേസ് ഉണ്ടായത്. അല്ലെങ്കിൽ കേസ് എന്നേ തേഞ്ഞു മാഞ്ഞു പോകുമായിരുന്നു. ഇത് ആർക്കാണ് അറിയാത്തത്? അതുകൊണ്ട് ഇവിടെ വളരെ കൃത്യമാണ് ഇത് കൃഷ്ണദാസിനെ രക്ഷിക്കാൻ. ഇനി സഞ്ജിത്ത് വിശ്വനാഥൻ്റെ കേസ്, സഞ്ജിത്ത് വിശ്വനാഥൻ അവിടെ ഡയറക്റ്റ്ലി ഇൻവോൾവ് ആണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. സഞ്ജിത്ത് വിശ്വനാഥനാണ് ഇയാളെ വിളിച്ചുകൊണ്ടുവരുന്നുണ്ട്. പിന്നെ പോലീസ് ഇതിലൊരു കേസും അന്വേഷിച്ചിട്ടില്ല. പോലീസിന് അന്വേഷിക്കേണ്ടി വന്നില്ല. പ്രതികളുടെ പേരൊക്കെ എല്ലാവർക്കും അറിയാം. എല്ലാ മനുഷ്യർക്കും പ്രതികളുടെ പേരറിയാം, അവരെവിടെയുള്ളതെന്നറിയാം, എന്താണെന്നറിയാം. മറ്റു കേസിൽ ഇപ്പോൾ മറ്റൊരു കേസിലെ പോലെ കേസ് ഫ്രെയിം ചെയ്തതിൽ വന്നിരിക്കുന്ന പാളിച്ചകളാണ് പ്രശ്നമുണ്ടായത് എന്നത് തന്നെയാണ്. അതിന് ഏറ്റവും കൃത്യമായി ഉത്തരം നൽകാൻ കഴിയുന്ന ആള് ശ്രീ ജോർജ് ജോസഫുമാണ്. ശ്രീ ജോർജ് ജോസഫ്, കേസ് ഫ്രെയിം ചെയ്തതിൽ വന്നിരിക്കുന്ന പാളിച്ചയാണ് ഇപ്പോൾ ഈ തിരിച്ചടികൾക്ക് കാരണം എന്ന വിലയിരുത്തൽ എത്രത്തോളം വസ്തുതാപരമാണ്? അത് ഒരു വിധത്തിൽ ശരിയാണ്. കാരണം നമ്മൾ ആദ്യം മുതലേ ഈ ജിഷ്ണു പ്രണോയുടെ അമ്മ മഹിജ പറയുന്നുണ്ട്, എൻ്റെ മകൻ ആത്മഹത്യ ചെയ്യില്ല. ആദ്യം മുതലേ അതൊരു അമ്മയുടെ വിശ്വാസമാണ്. രണ്ടാമത് ആ പയ്യനെ അവിടെ ഇടിമുറിയിട്ടും മർദ്ദിച്ചെന്നൊരു ആരോപണം ആദ്യം മുതലും പറയുന്നുണ്ട്. ഷബീർ എന്ന് പറഞ്ഞ ഒരു പയ്യനെ നേരത്തെ ഇതേപോലെ അയാൾ ഒരിക്കൽ പറഞ്ഞു, ടി വിയിൽ ഞാൻ കേട്ടതാണ്, ജീവിച്ചിരിക്കുന്ന വിഷ്ണു പ്രണോയാണ് ഞാനെന്ന്. അയാളൊരു പരാതി, അയാൾ LLBക്ക് അവിടെ പഠിക്കുന്ന കുട്ടിയാണ്, ഒരു പരാതി ഈ മാനേജ്മെൻറ്റിനെതിരായിട്ട് കൊടുത്തപ്പോൾ, മുഖ്യമന്ത്രിക്ക് കൊടുത്തപ്പോൾ ആ പരാതി കിട്ടിയതറിഞ്ഞിട്ട് ഇയാളെ സൂത്രത്തിൽ അവിടുന്ന് വിളിച്ചുകൊണ്ട് വന്നു. 3 ദിവസം ഇട്ട് ഇടിമുറി ഇട്ട് മർദ്ദിച്ചിട്ട് വിട്ടെന്നാണ് ആ കുട്ടിയുടെ TV കൂടെ പറഞ്ഞു കേട്ടത്. സമാനമായ ഒരനുഭവം തന്നെയാണ് നമുക്ക് ഉണ്ടായെന്നാണ് ഈ ജിഷ്ണുവിൻ്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നത്. കാരണം അയാളുടെ പോസ്റ്റ്മോർട്ടത്തിലെ പിഴവ് അവർ എടുത്തു പറയുന്നുണ്ട്, ശ്രീജിത്തും അവരെല്ലാം എടുത്തു പറയുന്നുണ്ട്. ഈ മൂക്കിൻ്റെ അവിടെ ഒരു പാടുണ്ട്, അതൊരു നെയിൽ മാർക്കാകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കാണാനില്ല, അത് പറഞ്ഞിട്ടില്ല. അപ്പോൾ അതൊരു ആൻറ്റിമോർട്ടം ഇഞ്ചുറി ആണോ, പോസ്റ്റ്മോർട്ടം മരണത്തിന് മുമ്പോ പിമ്പോ ഉള്ള ഇഞ്ചുറി ആണോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും. പക്ഷേ ഇതൊരു ഫോട്ടോയിൽ ഞാൻ TVക്കകത്ത് കണ്ടതാണ്. കൃത്യമായ അതൊരു സൂയിസൈഡ് ചെയ്യുന്ന ഒരാൾക്ക് ഒരിക്കലും ഈ മൂക്കെ തൊടാൻ പറ്റില്ല, കൈ പൊങ്ങില്ല. അപ്പോൾ ഒരു നെയിൽ മാർക്ക് വേറൊരാളുടെയാണ്. അപ്പോൾ ഈ മരണത്തിന് തൊട്ട് മുമ്പ് എന്തോ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നു. ഇപ്പം കൃഷ്ണദാസ് എന്നല്ലേ, കൃഷ്ണദാസിന് ജാമ്യം കിട്ടിയതിലൊന്നും ഹൈക്കോടതി ജാമ്യം കിട്ടിയതിൻ്റെ ഹൈക്കോടതി ഇതുവരെയുള്ള കേസ് ഡയറി വെച്ച് നോക്കുമ്പം ജാമ്യം കൊടുത്തത് 306 നമ്മുടെ പോലീസിന് അല്ലെങ്കിൽ കുറേയധികം ആൾക്കാർക്ക് അല്ലെങ്കിൽ വക്കീലന്മാർക്ക് ഒരു ധാരണയുണ്ട്, 306 ഇടണമെങ്കിൽ നീ ആത്മഹത്യ ചെയ്യടാ, നീ പോയി ചാകടാ, നീ പോയി തൂങ്ങിച്ചാകടാ എന്ന് ആരെങ്കിലും പറഞ്ഞെങ്കിൽ മാത്രമേ ആ സെക്ഷൻ അട്രാക്റ്റ് ചെയ്യുമെന്നാണ് എല്ലാവരുടെ ധാരണ. ശരിയല്ലാതെ അത് ശരിയല്ല. അത് സുപ്രീം കോടതി 2 റൂളിംഗ് 2000 ഓൾ ഇന്ത്യ റിപ്പോർട്ടറിനകത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, 2011-ലും 2003-ലും. അതിനകത്ത് കൃത്യം പറയുന്നുണ്ട്, ഒരാൾ ആത്മഹത്യയ്ക്ക് നയിച്ചെന്ന ഒരു സംഭവം, അയാളെ വേദനപ്പെടുത്തുന്ന, ഹറാസ് ചെയ്യുക, ഡോർമെൻറ്റിങ്, ആ വാക്ക് സുപ്രീം കോടതി പറഞ്ഞൊരു വാക്കുണ്ട്, ടോർമെൻറ്റിങ് പെയിൻ ഉണ്ടായാൽ മതി ഒരാൾ ചിലപ്പോൾ ആത്മഹത്യ ചെയ്യും.
അതിലേക്ക് നയിച്ചാലേ ഇതൊരു 306 അട്രാക്റ്റീവ് എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട് സുപ്രീം കോടതി. അത് 2 കേസുണ്ട്. ഒന്ന് ഓൾ ഇന്ത്യ റിപ്പോർട്ടർ 2003 പ്രേമ റാവു വേഴ്സസ് ശ്രീനിവാസ റാവു 2003 സുപ്രീം കോടതി 11 അതുപോലെ ഒന്നുകൂടെ സുദർശന കൃഷ്ണകുമാർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഹരിയാന ഓൾ ഇന്ത്യ റിപ്പോർട്ടർ 2011 SC 3024. ഇതിനകത്ത് കൃത്യം പറയുന്നുണ്ട് ഇങ്ങനെ വാക്കാലുള്ള പ്രേരണ വേണ്ട, അതിലേക്ക് നയിക്കാനുള്ള നടപടി മതി. ഇതിനകത്ത് മഹിജ പറയുന്ന വേറൊരു കാര്യമുണ്ട്. എൻ്റെ മോനെ കോപ്പി അടിക്കത്തില്ല എന്ന് പറഞ്ഞു. പോലീസ് ഇൻവെസ്റ്റിഗേറ്റ് നടത്ത്, കേരള പോലീസ് ഇൻവെസ്റ്റിഗേറ്റ് കോപ്പി എടുത്ത് നടന്നിട്ടില്ല. അന്നേരം ഒരു മോട്ടീവ് വന്നു കഴിഞ്ഞു, 120 കോൺസ്പിറസി വന്നു കഴിഞ്ഞു. അവിടെ ഒരു കോൺസ്പിറസി ഉണ്ട് ഈ കുട്ടിയെ നശിപ്പിക്കാൻ. സമാനമായ ഒരു കുട്ടിയെ 2-3 ദിവസം ഇതുപോലെ ഇടിച്ചു. അപ്പം അതിനുശേഷം ഇടിമുറി ഉണ്ടാന്ന് പറഞ്ഞ് ഞാൻ വിശ്വസിച്ചിട്ടില്ലായിരുന്നു ഇങ്ങനെ ഒരു സംഭവം. പക്ഷേ 40-ാം ദിവസം ആ ഇടിമുറി എന്ന് പറയുന്ന വൈസ് പ്രിൻസിപ്പലിൻ്റെ മുറിക്കകത്തുനിന്ന് ബ്ലഡ് സ്റ്റെയിൻ കണ്ടെത്തി. ഈ ബ്ലഡ് സ്റ്റെയിൻ ആരുടെ ഗ്രൂപ്പാണ്? ഈ മരിച്ച കുട്ടിയുടെ ഗ്രൂപ്പാണോ, ഹ്യൂമൻ ബ്ലഡാണോ? ഇതിനകത്ത് നമുക്ക് ഈ ജിഷ്ണുവിൻ്റെ ആണ് ഈ ബ്ലഡെന്ന് DNA ഫിംഗർ പ്രിൻ്റ് വെച്ച് നമുക്ക് തെളിയിക്കാൻ സാധിക്കും. ആണെന്നുണ്ടെങ്കിൽ ഇതൊരു കൊലപാതകം തന്നെയാണ്. കാരണം ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഇത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നില്ല. ഈ 468 461 സെക്ഷൻ മാറി എന്ന് പറയുന്നുണ്ട്. പക്ഷേ 306 തന്നെ ഇത് നിൽക്കും. ഞാൻ ഈ സുപ്രീം കോടതി റൂളിങ്ങിൻ്റെ കാര്യത്തിലും 307 ഇതിനകത്ത് വരും. കാരണം ഇതിനകത്ത് പോസ്റ്റ്മോർട്ടത്തിനകത്ത് അല്ലെങ്കിൽ പോലീസ് ഈ ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞപ്പം തോർത്തുകൊണ്ട് കഴുത്തി മുറുക്കി ആത്മഹത്യ ചെയ്തെന്നാണ് പറയുന്നത്. അത് പോലീസ് ആദ്യം എടുത്ത കേസ് സൂയിസൈഡിൻ്റെ കേസ് 174 CRPC അൺനാച്ചുറൽ ഡെത്ത്. അങ്ങനെ ഒരു റിപ്പോർട്ടാണ് പോസ്റ്റ്മോർട്ടത്തിന് കൊടുക്കുന്നത്. അപ്പം സ്വാഭാവികമായിട്ട് ഇതൊരു മർഡർ അല്ലല്ലോ, അൺനാച്ചുറൽ ഡെത്തല്ലേ ഉള്ളൂ, സൂയിസൈഡ് അല്ലേ, അങ്ങനെയാണെങ്കിൽ ജൂനിയർ ഡോക്ടർ പോസ്റ്റ്മോർട്ടം ചെയ്താൽ മതി എന്നാണ് അവർ ധരിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് ഇത് പോസ്റ്റ്മോർട്ടത്തിൽ വന്നിരിക്കുന്നത്. പക്ഷേ ഒരു തോർത്ത് ഉപയോഗിച്ച് കഴുത്തിലോട്ട് പ്രസ് ചെയ്താലും പിന്നിൽ നിന്ന് പിടിച്ചാലും അവിടെ ഉണ്ടാകുന്ന ഈ കഴുത്തിലുണ്ടാകുന്ന ഡിപ്രഷൻ ഒരു അൺകോൺഷ്യസിലായിട്ടും അല്ലെങ്കിൽ ഒരു ഡെത്തിലേക്കും പോകാം. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് തോർത്തിൽ തന്നെ തൂക്കിയാൽ അത് സൂയിസൈഡിൻ്റെ സിംറ്റം കാണിക്കുമെന്ന് ഇതിൻ്റെ കുലപതികളായ ഫോറൻസിക് ഡോക്ടറിൻ്റെ എക്സ്പെർട്ട് എല്ലാവരും പഠിച്ചിരിക്കുന്നതും പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഡോക്ടറെല്ലാം ഡോക്ടർ പരേഖ്, ഡോക്ടർ സുബ്രഹ്മണ്യം, ഡോക്ടർ KS നാരായണ റെഡ്ഡി ഇവരുടെ 3 പുസ്തകത്തിനകത്തും പറഞ്ഞിട്ടുണ്ട്. ഒരു കുട്ടിയെ ആത്മഹത്യ അല്ലെങ്കിൽ ഒരു സഫോക്കേഷൻ ഉണ്ടായ അസ്ഫിക്ഷ്യ ഉണ്ടായ ഇമ്മീഡിയറ്റ് ആയിട്ട് തൂക്കിയാൽ ആ തോർത്തെ തന്നെ തൂക്കിയാൽ അതൊരു സൂയിസൈഡിൻ്റെ സിംറ്റം കാണിക്കും. ആ തോർത്ത് വേണം, ആ തോർത്തിൽ ടിഷ്യൂ ഉണ്ടോ എന്ന് നോക്കണം. 2 കാര്യങ്ങളാണ്. ഒന്ന് എന്നെപ്പോലെയുള്ള ലിഗേച്ചർ മാർക്ക്, അതെല്ലാമാണ് ആദ്യഘട്ടത്തിൽ ലിഗേച്ചർ മാർക്ക്, സ്ട്രാങ്കുലേഷൻ മാർക്ക്. ഇത് രണ്ടും ലിഗേച്ചർ മാർക്ക് ഞാൻ കഴുത്തിൽ തൂങ്ങിക്കഴിഞ്ഞാൽ ഈ കെട്ട് വരുന്ന ഭാഗത്ത് ലിഗേച്ചർ മാർക്ക് ഉണ്ടാവില്ല, എറൗണ്ട് ദ നെക്ക് ഉണ്ടാകത്തില്ല. അതുപോലെ തന്നെ ഫ്രണ്ടിൽ നിന്നൊരു അല്ലെ ബാക്കിൽ നിന്ന് തോർത്തിട്ട് പിടിച്ചാൽ ഒരാൾ മരിക്കാം, ശ്വാസം മുട്ടി മരിക്കാം. ഇത് ഞാൻ ചോദിക്കുന്നത് ഇത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഒപ്പം ഈ ആദ്യഘട്ടത്തിലെ അന്വേഷണത്തിൽ ഈ 2 കാര്യത്തിലും തെളിയേണ്ടതല്ലേ? അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അത് തീർച്ചയായിട്ടും പറയണം. അങ്ങനെയാണെങ്കിൽ ഇതൊരു പോസ്റ്റ്മോർട്ടം വേണം. കാരണം കഴുത്തിൽ അത് ആ ഡോക്ടർ നോക്കി സൂയിസൈഡിൻ്റെ ആണെന്ന് പറഞ്ഞ് റിപ്പോർട്ട് പോലീസ് കൊടുത്തപ്പോൾ സൂയിസൈഡ് മാത്രമേ നോക്കിയിട്ടുള്ളൂ. കഴുത്തിൽ മാർക്കുണ്ടോ എന്ന് നോക്കി, ലിഗേച്ചർ മാർക്കോ അല്ലെങ്കിൽ സ്ട്രാങ്കുലേഷൻ അതേ ആ പോസ്റ്റ്മോർട്ടം നോക്കിയുള്ളൂ. ഉള്ളിലെ ഹയോയിഡ് ബോണ് ഫ്രാക്ചർ ഉണ്ടാവും. തീർച്ചയായും അത്തരം ഇങ്ങനെ സാങ്കേതികമായ സംശയങ്ങൾ. ഇത് ഞാൻ പറയട്ടെ റഹീം, എല്ലാ തരത്തിലും സാധാരണ നിലയ്ക്ക് ഇതിനെ നോക്കിക്കാണുന്ന ആളുകൾക്കും ശാസ്ത്രീയമായി ഇതിനെ നോക്കിക്കാണുന്ന ആളുകൾക്കും ഇതൊരു കൊലപാതകത്തിൻ്റെ സാധ്യതയാണെന്ന് ഉറപ്പിച്ച് പറയുന്ന കുടുംബാംഗങ്ങൾക്കും ഒക്കെയുള്ള സംശയങ്ങളിലേക്ക് കൂടുതൽ അടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആ സംശയത്തെ ദൂരീകരിക്കാൻ എന്ത് സർക്കാർ ചെയ്യും? ഇതൊന്നും ഇദ്ദേഹം പറഞ്ഞ നിഗമനങ്ങളിലേക്കൊന്നും ഇത് എത്തില്ല എന്ന് നമ്മളിപ്പോഴും എന്തിനാണ് മുൻവിധി കാണുന്നത്? ഈ കേസ് എന്തിനാണ് എടുത്തത്? ശ്രീ ആർ നീലകണ്ഠൻ ഫാക്ച്വലായിട്ട് ഒരു തെറ്റിവിടെ പറഞ്ഞു. 38-ാം ദിവസമാണ് കേസെടുത്തതെന്ന്. തെറ്റാണത്. ആദ്യ ദിവസം തന്നെ കേസെടുത്തു. സാറിവിടെ സൂചിപ്പിച്ചു അസ്വാഭാവിക മരണത്തിനാണ് കേസെടുത്തത്. ആ കേസ് 306 നീങ്ങിയതെങ്ങനെ? അത് നാളെ കിട്ടിയ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് 306 മാറിയത്. മനസ്സിലായില്ലേ? ഇനി അടുത്ത് 302 മാറില്ലയോ എന്ന് ഇപ്പോൾ നമ്മൾ പ്രവചിക്കേണ്ട കാര്യമില്ല. ഇത് അസ്വാഭാവിക മരണത്തിൽ നിന്ന് 306 ഞാൻ ഈ പറഞ്ഞ വകുപ്പുകളിലേക്കും അന്വേഷണത്തിലൂടെ എത്തിക്കാൻ കഴിഞ്ഞ പോലീസിന് നിങ്ങൾ വിശ്വസിക്കൂ. തെളിവുകളുണ്ട് എങ്കിൽ, ശരിയാം വിധമാണ് ഈ പറയുന്ന കാര്യങ്ങൾ എങ്കിൽ എന്തിനു രക്ഷപ്പെടുത്തേണ്ട കാര്യം? എങ്കിൽ ഇക്കാര്യത്തിൽ തന്നെ ഞങ്ങൾക്ക് കണ്ണടച്ചുകൂടായിരുന്നു. ഇവിടെ 2-3 കാര്യങ്ങൾ സൂചിപ്പിച്ചു. ഒന്ന് അദ്ദേഹം പറഞ്ഞത് ഇളകി വന്ന കേസിൽ ഇളകി ഇങ്ങനെ വന്നപ്പോഴാണ്